അസ്സലാമു അലൈക്കും. ഇന്ന് ഒരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. എന്നും നമ്മൾ ചെയ്യുന്ന പോലെയല്ല, ഇന്നൊരു ടൂറ് പോകുന്നൊരു വീഡിയോ ആണ്. ടൂറ് പോണത് ഊട്ടിക്കാണ്. ഞങ്ങൾ അപ്പോൾ കാറിലല്ല കേട്ടോ പോണത്, സ്കൂട്ടിമേലാണ് കേട്ടോ പോകുന്നത്. കാറിൽ ഒരുപാട് ദൂരമൊക്കെ നമ്മൾ പോയാൽ നല്ലോണം ചിലപ്പോൾ ക്ഷീണിച്ചൊക്കെ ചെയ്യില്ല. പക്ഷേ സ്കൂട്ടിമേ എത്ര ദൂരം പോയാലും ക്ഷീണമോ കുഴക്കമോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഞങ്ങൾ വലിയ മോന് ചെറുതായിനെ തന്നെ ഊട്ടി മൈസൂർക്കൊക്കെ ഞങ്ങൾ ബൈക്കിന് പോയിക്കണം കേട്ടോ. അതൊരു രസം വേറെ തന്നെയാണല്ലേ. ആദ്യം ഒരൊപ്പം എപ്പോഴും ഇട്ട് എന്നോട് ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ബൈക്കിനോ സ്കൂട്ടിക്കോ ഒക്കെ പോണത്. അങ്ങനെ ഞങ്ങൾ മോനിൻ്റെ വീട്ടിലേക്ക് വിരുന്ന് പോയിന്. അപ്പോൾ ഞാനും ഹസ്ബൻഡും മോളുമാണ് കേട്ടോ പോരുന്നത്. പിന്നെ മോനങ്ങനെ എല്ലായിടത്തേക്കൊന്നും ഇപ്പോൾ കിട്ടൂല. ഓനിപ്പോൾ കുറച്ച് വലുതായതല്ലേ, അതുകൊണ്ട് പറയും നിങ്ങൾ പോയിക്കോളി എന്നൊക്കെ പറയട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ പോയതാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പോയപ്പോഴൊന്നും ഞങ്ങൾ ഊട്ടിയിൽ നിൽക്കണം എന്നൊന്നും വിചാരിച്ചങ്ങാണ്ട് പോയതല്ല കേട്ടോ. പക്ഷേ ഊട്ടിയിലെത്തിയപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് ഇന്ന് ഇവിടെ നിൽക്കുക പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങളവിടെ നിൽക്കുക കേട്ടോ ചെയ്തത്. അപ്പോൾ നമ്മൾ ചുരം തുടങ്ങി എടക്കരങ്ങാടി വൈക്കടവങ്ങാടിയൊക്കെ കഴിഞ്ഞ് ചുരത്തുമ്മൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. മാഷാ അല്ലാഹ്, ചുരത്തുമ്പോൾ കൂടെ എത്ര പോയാലും മതിയാവില്ലല്ലേ. പിന്നെ ഓരോ വളവ് കഴിയുന്നിടത്തോളം തണുപ്പ് ഇങ്ങനെ കൂടി വരും കേട്ടോ ചുരത്തുമ്പം തന്നെ. അതിപ്പോൾ എല്ലാവർക്കും അറിയണേ തന്നെയാണ് കേട്ടോ, എന്നാലും ഞാൻ പറയാം. അപ്പോൾ ഇടയ്ക്കൊക്കെ അത് ഐസ്ക്രീമിൻ്റെ ഇതൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിർത്തിയ ഐസ്ക്രീമൊക്കെ ഞങ്ങൾ വാങ്ങണം തിന്നണമൊക്കെ ഉണ്ട്. പിന്നെ വെള്ളം ഞങ്ങൾ വീട്ടിൽ നിന്ന് എടുത്തീനി. അപ്പോഴൊന്നും ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴൊന്നും വിചാരിച്ചിട്ടില്ല കേട്ടോ, ഒരിക്കലും അവിടെ നിൽക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടില്ല. പക്ഷേ സത്യം പറഞ്ഞാൽ ഊട്ടിക്ക് ചെന്നാണ്ടല്ലോ നമുക്ക് പോരാൻ തോന്നില്ല, അത്രയ്ക്ക് തണുപ്പാണ് കേട്ടോ. ഇപ്പോൾ ഏറ്റവും തണുപ്പ് ഊട്ടിയിൽ തന്നെ ഉള്ളേ കാരണം ഇവിടെയൊക്കെ നല്ല ചൂടല്ലേ. ഇപ്പോഴൊക്കെ പോകാൻ പറ്റിയൊരു സമയമാണ് കേട്ടോ ഊട്ടിക്ക്. പിന്നെ എനിക്കൊക്കെ പെട്ടെന്ന് ജലദോഷമൊക്കെ വരും, അതുകൊണ്ട് 2 ദിവസം 3 ദിവസം ഒന്നും നിൽക്കാൻ പറ്റൂല കേട്ടോ. പോലത്തേക്കൊന്നും അങ്ങനെ കുറേ ഒന്നും നിൽക്കാൻ പറ്റൂല. മോക്കും ഹസ്ബൻഡിനൊന്നും പിന്നെ എത്ര തണുപ്പായാലും വെയിലായാലും ഒന്നും കൊണ്ടുപോകും, ഒരു കുഴപ്പമില്ല കേട്ടോ, അൽഹംദുലില്ലാ. എനിക്കൊക്കെ നല്ലോണം തണുപ്പ് കൊണ്ട് അപ്പോൾ ജലദോഷമൊക്കെ വരും. അപ്പോൾ നല്ല സ്ഥലങ്ങളാണല്ലോ എവിടെയൊക്കെ എത്ര കണ്ടാലും മതി വരൂല കേട്ടോ നമുക്ക്. ആ കാണുന്ന പാറ കണ്ടില്ല, അതിന് തവളപ്പാറ എന്നാണല്ലോ പറയുക. തവളൻ്റെ ഷേപ്പിലാണ് പാറ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറയുന്നതാണ് കേട്ടോ, ഹസ്ബൻഡൊക്കെ അങ്ങനെ പറയുന്നതാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട്. വിഷുവിൻ്റെ അന്നാ തോന്നുന്നുണ്ട് ഞങ്ങൾ പോയിക്കണേ കേട്ടോ. ഇത് കുറച്ച് മുമ്പെടുത്ത വീഡിയോ ആണ് ഇടുന്നത്, ഇപ്പോഴാണ് മാത്രം. അപ്പോൾ അതുകൊണ്ട് യൂക്കാലി മരത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. എനിക്ക് ഇവിടേക്ക് എത്തുമ്പോൾ ഊട്ടിക്ക് പോകുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇവിടെ ഞങ്ങൾ കുറേ നേരം നിർത്തിയിടും വണ്ടി. ഐസ്ക്രീം ഉണ്ടെങ്കിലും ഐസ് ഉണ്ടെങ്കിലും ഒക്കെ ഞങ്ങൾ വാങ്ങി തന്നു, കാരണം അത്രയ്ക്ക് ഇവിടെ ഒരു രസമാണ് കേട്ടോ. ഫുള്ള് യൂക്കാലി മരങ്ങളാണല്ലോ, അപ്പോൾ നമുക്ക് കാണാൻ തന്നെ ഒരു രസമാണല്ലേ. അവിടെ കുറച്ച് നേരമൊക്കെ ഞങ്ങൾ ഇരുന്നിട്ടാണ് കേട്ടോ പോയത്. ഒരുപാട് ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ കുറേ ആൾക്കാർ ഐസ്ക്രീം വാങ്ങണവരുണ്ട്. പിന്നെ ഞങ്ങളിങ്ങനെ പോയി ഇവിടെ നിർത്തിയ ആ ടൈമിലൊരു വണ്ടി ഇങ്ങനെ പുകയാണ് കേട്ടോ. അത് പിന്നെ ഹസ്ബൻഡ് ഇറങ്ങി ചെന്നിട്ട് അയാളോട് പറഞ്ഞു വെള്ളമൊക്കെ പാർന്ന് റെഡിയാക്കി. പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ അവിടുന്ന് പോയത്. ഈ നിർത്തിയിട്ട വണ്ടിയാണ് കേട്ടോ അത്. അപ്പോൾ ഹസ്ബൻഡ് ഇങ്ങനെ ചെന്നുകാണ്ട് അവരോട് ഇങ്ങനെ പറയുകയാണ് അങ്ങനെ ചെയ്യണം എന്നൊക്കെ. അപ്പോൾ അതേപോലെ അവർ ചെയ്തു കേട്ടോ. കാരണം ഇവരിങ്ങനെ വണ്ടിയിലൊക്കെ പോകണോണ്ട് ഇവർക്ക് വണ്ടീൻ്റെ ഇങ്ങനെ ഇതൊക്കെ ഏകദേശം അറിയാമല്ലോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പറഞ്ഞ് സെറ്റാക്കിയിട്ട് പിന്നെ ഞങ്ങൾ സ്കൂട്ടി എടുത്ത് വീണ്ടും പോയിട്ടോ. ഞാൻ കുറച്ചൊക്കെ ഓട്ടി ഇങ്ങോട്ട് വന്നപ്പോൾ അങ്ങോട്ടിപ്പോൾ ഫുൾ ഹസ്ബൻഡിനെയാണ് കേട്ടോ ഓട്ടിയത്. പിന്നെ ഐസൂന് ഫൈഡർമാൻ മാത്രമേ പറ്റുള്ളൂ. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ വേറെ ഡ്രസ്സ് ഇട്ടീനി. പിന്നെ ഓൾ വെള്ളം മിഠായിയൊക്കെ മേലെ കൂടെ ആക്കിയപ്പോൾ ഓളപ്പച്ചി അയച്ചു കൊടുക്കാൻ പറഞ്ഞ്. നോക്കും തന്നെ എവിടേക്ക് ഇറങ്ങണം ഫൈഡർമാൻ ഈ ഒരു വർത്താനമുള്ളൂ കേട്ടോ ഐസൂന്. അപ്പോൾ പിന്നെ അത് ഞാൻ കൈ പിടിച്ചീനി. അത് വേണമെങ്കിൽ ഇപ്പോൾ എന്തിനേലൊക്കെ ഇട്ടെടുക്കായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ പോയി ഏകദേശം അവിടെ എത്താൻ നേരത്ത് ഇങ്ങനെ സ്ഥലം കണ്ടപ്പോൾ ഞങ്ങൾ ഒരു തുണി എടുത്തീനി. കാരണം ഇന്ന് പോരുമ്പോൾ തണുക്കുകയാണെങ്കിൽ ഓളയിൽ പുതച്ച് കാണ്ട് കിടത്താലോ പറഞ്ഞിട്ട് മടിയിൽ. അപ്പോൾ അവിടെ ഞങ്ങൾ ആ തുണി വിരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോഴൊന്നും ഞങ്ങൾ അവിടെ നിൽക്കണമെന്ന് വിചാരിച്ചിട്ടില്ല. ഇവിടെ നല്ല കുതിരകളുണ്ട് കേട്ടോ. മാഷാ അല്ലാഹ്, എന്താ ഭംഗി ഇവിടെയൊക്കെ കാണാൻ. അപ്പോൾ ഇവർ രണ്ടാളും നല്ല കളിയിലാണ് കേട്ടോ. ഓക്ക് പിന്നെ ഉളപ്പിച്ചുണ്ടായ ഇന്നൊന്നും ആവശ്യമല്ല. അപ്പോൾ രണ്ടാളും നല്ല വീർപ്പിച്ച ഉണ്ടകൾ ഉണ്ടാക്കി
ഇതേപോലെ ഇങ്ങനെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഐസുവിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കുഴപ്പം മതി കളിക്കാനല്ല, ഓളെ പ്രായക്കാരുമാണെന്നൊന്നും നോക്കില്ല. വെച്ച് ഉണ്ടായാലും ഒക്കെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. മാഷാ അല്ലാ, ഇവിടെയൊക്കെ കണ്ടില്ലേ. എന്നതാ ഈ ഒരു സ്ഥലമൊക്കെ കാണുമ്പോൾ ഇങ്ങനെയൊക്കെ ഊട്ടിക്ക് പോകണടുത്തുണ്ടോ നമ്മൾ തോന്നില്ലേ. ഇത് ഞങ്ങൾ പിറ്റേ ദിവസം അവിടെ നിന്നിട്ട് പോയില്ല. റൂം ഞാൻ വീഡിയോ എടുത്തതിന്, പക്ഷേ ഇതിൽ പിന്നെ പെട്ടിട്ടില്ല തോന്നുന്നുണ്ട്. കാണുന്നില്ല, എഡിറ്റ് ചെയ്യാൻ നേരത്ത് കാണുന്നില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് രാവിലെ കുറച്ചൊക്കെ സ്ഥലങ്ങൾ അപ്പുറം ഇപ്പുറമൊക്കെ പോയി കണ്ടു. കുറേ സ്ഥലത്തുനിന്ന് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ഭക്ഷണം കഴിക്കുന്നിടത്തുനിന്നൊന്നും ശരിക്കും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് പിന്നെ കുറേ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഇത് അങ്ങോട്ട് പോയപ്പോഴാണ് ഇങ്ങോട്ട് പോന്നപ്പോൾ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഏതായാലും ഞങ്ങളവിടെ എത്തി നിന്നന്ന് അവിടെ നാട്ടിൽ ഇങ്ങനെ എന്തോ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അപ്പുറത്തെ ബിൽഡിങ്ങിൽ കേട്ടോ, ഞങ്ങളതിൽ അങ്ങോട്ട് ഇറങ്ങിപ്പോയിട്ട് ആ കുട്ടികളെ കളി ഡാൻസൊക്കെ കണ്ടു. അപ്പോൾ ഇതാക്കണ് പുള്ളിമാനെ കണ്ടിട്ടോ ഇവിടെ എത്തിയപ്പോൾ. അപ്പോൾ പിന്നെ വണ്ടി ഒന്ന് ബാക്ക് കൊണ്ടുപോയിട്ട് വീണ്ടും ഇങ്ങനെ മുന്നേക്ക് പോരുകയാണ്. നമുക്കിങ്ങനെ കാണുമ്പോൾ ഒരു സന്തോഷമാണല്ലോ അല്ലേ. അങ്ങനെ ഊട്ടിക്ക് പോകുക അത് വേറൊരു രസം തന്നെ കേട്ടോ. നല്ല കാടുകൾ, മലകൾ, മൃഗങ്ങൾ. ശരിക്കും നമ്മൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി പോയി നമുക്ക് അവിടെ ഇടയിലൊക്കെ ഇരുന്ന് കഴിക്കാം കേട്ടോ. അപ്പോൾ അത് കണ്ടില്ലേ, ഞങ്ങൾ അപ്പുറത്തെ ആ ഒരു ബിൽഡിങ്ങിലേനി ഇത് ഇവിടെ. അപ്പോൾ അതിൻ്റെ ജനലിൽ കൂടെ അങ്ങനെ നോക്കിയപ്പോൾ ഇങ്ങനെ ഒരു പരിപാടി കണ്ട്. ഞങ്ങളൊന്നും നോക്കിയില്ല, ഞങ്ങളെ റൂം പൂട്ടിയിട്ട് ഞങ്ങളിത് വന്ന് കണ്ടിട്ടോ. അപ്പോൾ ഐസിനെ കണ്ടപ്പോൾ അവർ അതിലത്തെ ഒരു കുട്ടി ഓളെടുത്തിട്ടോ. ആ കുട്ടി എടുത്തിട്ട് ഓളിങ്ങനെ ഇതേപോലെ ഇങ്ങനെ കളിക്കാനൊക്കെ കൂട്ടി. ഇതെന്ത് കളിയാണ് ഒന്നും അറിയണില്ല. തമിഴ് പാട്ടുമാണ് കേട്ടോ ഇട്ടിക്കണത്. ഭയങ്കര രസമുണ്ട്. പക്ഷേ പാട്ട് ഞാൻ ഇതിൽ നിന്ന് ഒഴിവാക്കിയാണ് കോപ്പിറൈറ്റ് കിട്ടുമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അത് അവരെ കൂടെ ഐസുവിനെ ഈ പെൺകുട്ടി മുസ്ലിം കുട്ടി കുട്ടി എടുത്തേക്കാണ് കേട്ടോ ഓളെ. എന്നിട്ട് അങ്ങനെ ഇതിങ്ങനെ റൗണ്ട് അടിച്ച് ചാടിട്ടോ. കാണാൻ നല്ല രസമുണ്ടായിരുന്നു. നമുക്ക് അവിടുന്ന് പോരാൻ തോന്നൂല കേട്ടോ. ഐസുവിന് പോകുന്നതിനെ പറ്റിയിട്ടില്ല. അപ്പോൾ ആ കുട്ടി ആണ് കേട്ടോ ഐസുവിനെ എടുത്തിട്ടുള്ളത്. ഐസുവിന് ഇങ്ങനത്തെ കളിയും ഡാൻസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ആ കുട്ടീൻ്റെ പേരൊക്കെ ചോദിച്ചിരുന്നു കേട്ടോ, പക്ഷേ ഞാൻ മറന്നു കേട്ടോ. ആ കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കണം. പിന്നെ ഓൾക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട് ഓൾ ഇറങ്ങുകയാണ് കേട്ടോ. ഓൾക്ക് ഇങ്ങനെ ആരെങ്കിലും എടുക്കണത് കൈമ പിടിക്കണം അതൊന്നും ഓൾക്ക് ഇഷ്ടമല്ല. ഓൾക്ക് ഓളെ സ്വന്തം ഇഷ്ടത്തിൽ അങ്ങനെ നടക്കണം, കളിക്കണം, അതാണ് കേട്ടോ ഓളൊരു താല്പര്യം. അപ്പോൾ ഈ വീട്ടിലെന്തോ കാര്യമായിട്ട് എന്തോ പരിപാടിയാണ്, എന്താ എനിക്കറിയില്ല. ഏതായാലും ഞാനതൊക്കെ കണ്ട് വീഡിയോ ഒക്കെ എടുത്തിട്ടോ. അപ്പോൾ ഐസ് നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെന്താ പറയുക, അങ്ങനെ കുറേ വീഡിയോകൾ ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. വീഡിയോ ഒക്കെ എടുത്തിന്, അതെന്തായതെന്ന് അറിയണില്ല. പിന്നെ ഞങ്ങൾ പിറ്റേന്ന് രാവിലെ അതിലൊക്കെ കുറേ സ്ഥലമൊക്കെ കാണാണ്ടെങ്കിൽ അതൊക്കെ കണ്ട് അങ്ങോട്ട് പോരുകയാണ് കേട്ടോ. പോന്നപ്പോക്കിന് ഇവിടെ എത്തിയപ്പോക്കിന് എന്താ 5 മണി 6 മണിയൊക്കെ കഴിക്കണ്. അവിടുന്ന് എത്ര നേരത്തെ ഇറങ്ങിയാലും അങ്ങനെ ആകുമല്ലോ പിന്നല്ലേ. പിന്നെ പോരുന്ന വഴിയിൽ ഫ്രീ ആയിട്ടുള്ള പാർക്കൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കണ്ടു. പിന്നെ ഇവിടെ ചായ കുടിക്കാറുണ്ട് നിർത്തിയപ്പോൾ ഞാൻ ഈ എന്താ ക്യാരറ്റ് പറിച്ചതൊക്കെ ഒക്കെ ഒന്ന് ഉൾപ്പെടുത്തിക്കളാറുണ്ട് ഹസ്ബൻഡ് കേട്ടോ. അവർക്ക് ഇങ്ങനത്തെ കാണാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ. പറിച്ചതും ഉണ്ട് ക്യാരറ്റ്, ഇനി പറിക്കാനും ഉണ്ട്, ഒരുപാട് പറിക്കാനും ഉണ്ട് കേട്ടോ. ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് എന്താ അങ്ങനെയൊക്കെ ചെയ്തുകൂടെ എന്നൊക്കെ തോന്നൂല. പക്ഷേ നമ്മുടെ നാട്ടിൽ നിന്നത് പറ്റൂല, തണുപ്പുള്ള സ്ഥലത്തുള്ളല്ലോ ഇങ്ങനെയൊക്കെ പറ്റിയല്ലേ. അപ്പോൾ ഈ പീടിക കയറിയിട്ടാണ് ഓല് ചായ കുടിക്കല്ലേ എന്ന് പറയും കേട്ടോ. അപ്പോൾ എനിക്ക് ചായക്ക് വലിയ താല്പര്യമൊന്നുമില്ല അറിഞ്ഞ് രാവിലെ തന്നെ ആയതുകൊണ്ട് അവിടുന്ന് ഞങ്ങൾ പൂരിയും ചായയൊക്കെ കൂടി നല്ല രസമാണല്ലോ അവിടുത്തെ പൂരി. അപ്പോൾ ആ പൂരിയും ചായയൊക്കെ കുടിച്ചിരിക്കണ്. അപ്പോൾ ഓള് എനിക്ക് ഏതാ വേണ്ടി വെച്ചപ്പോൾ അത് ഇത് പറയുന്നത് ഏതാന്നും പറയണമില്ല കേട്ടോ. ഓളിനി എന്ത് പറഞ്ഞാലും ഓളപ്പം എല്ലാത്തിനും ഓളെ കൊഞ്ചലിനൊക്കെ നിൽക്കും മൂപ്പര്. അപ്പോൾ ഞങ്ങളതൊക്കെ കഴിഞ്ഞ് വാങ്ങിയിട്ട് ഇങ്ങനെ പോകുന്നതിന് ശേഷം ഇങ്ങോട്ട് എത്താൻ നേരത്തുണ്ടല്ലോ ഒരു പാർക്ക്. ഇത് ഫ്രീ പാർക്ക് കേട്ടോ. ഇവിടെ ചായ ഇതൊക്കെ ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ വാങ്ങി കുടിക്കുകയോ ചെയ്യാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. അസ്സലാം.